കപ്പൽ നിർമ്മാണ പദ്ധതിയുമായി വന്ന സ്വകാര്യ സംരംഭകർക്ക് പൊന്നാനി ഹാർബറിന്റെ 29 ഏക്കർ വരുന്ന കേന്ദ്രീകൃത ഭൂമി തീരെഴുതി നൽകാനുള്ള മുൻ LDF സർക്കാരിന്റെ നീക്കം ദുരൂഹമാണെന്നും കണ്ണായ ഭൂമി സ്വകാര്യ കമ്പനി കൈയടക്കിയാൽ ഭാവിയിലുള്ള പോർട്ട് വികസനം, ഫിഷറീസ് അടിസ്ഥാന സൗകര്യ വികസനം, ഹരിത ഇന്ധനം, ലോജിസ്റ്റിക്സ്, പുനരുപയോഗ ഊർജ്ജ സംരംഭം, മറൈൻ ടൂറിസം തുടങ്ങി പൊന്നാനിയുടെ മുഴുവൻ വികസന സ്വപ്നങ്ങളും മുരടിച്ചു പോകുമെന്ന് പൊന്നാനി നിയോജകമണ്ഡലം UDF ഉന്നതാധികാര സമിതി അഭിപ്രായപ്പെട്ടു. തുച്ഛമായ പങ്കാളിത്തം മാത്രം സർക്കാരിന് നീക്കിവെക്കുന്ന പദ്ധതി പൊതു താൽപര്യത്തെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും ടെൻഡർ നടപടികളും കരാർ വ്യവസ്ഥയും സംരംഭകർക്കുള്ള അനിയന്ത്രിത അധികാരങ്ങളും സംശയാസ്പദമാണ്. സ്വകാര്യ സംരംഭകരുമായുള്ള തുടർ നടപടികൾക്ക് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ പിരിച്ചുവിട്ട മാരിടൈം ബോർഡ് ചെയർമാൻ തെരഞ്ഞെടുത്തത് തീർത്തും അസ്വാഭാവികമാണ്. CPM ജില്ലാ കമ്മിറ്റി സംരംഭകർക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തിയതോടെ ഇതിലെ രാഷ്ട്രീയ പങ്കാളിത്തം വെളിപ്പെട്ടിരിക്കുകയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പൊന്നാനിയിലെ മോഹനേട്ടൻ സ്മാരക മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ KP നൌഷാദ് അലി MLA പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ചു. കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് UDF ഏറ്റെടുത്തു നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ സംസാരിച്ചു. ധനകാര്യം, നിയമം, പൊതുഭരണം, വ്യവസായം, ഹാർബർ തുടങ്ങിയ വകുപ്പുകളിലെ ഉന്നതോദ്യോഗസ്ഥരും വിഷയത്തിലെ വിദഗ്ധരുമടങ്ങുന്ന സമിതി രൂപീകരിച്ച് വിഷയവുമായി ബന്ധപ്പെട്ട് വിശദ പഠനം നടത്തണമെന്ന ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കാൻ യോഗം തീരുമാനിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ PP യൂസഫ് അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF മണ്ഡലം കൺവീനർ കല്ലാട്ടേൽ ഷംസു, UDF നേതാക്കളായ MV ശ്രീധരൻ മാസ്റ്റർ, ഷാജി കാളിയത്തേൽ, VV ഹമീദ്, ശിവരാമൻ പൊന്നാനി, V ചന്ദ്രവല്ലി, ഷമീർ ഇടിയാട്ടേൽ, KM അനന്തകൃഷ്ണൻ, TK അബ്ദുൾ റഷീദ്, മുസ്തഫ വടമുക്ക്, PT അബ്ദുൽ ഖാദർ, TA മജീദ്, U മുനീബ്, സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു.